എല്ലാവർക്കും നമസ്കാരം. ഒരു കാര്യം കാണിച്ചു തരാം. അതായത് എൻ്റെ പുറകെ കാണുന്നതുണ്ടോ? അതാണ് വന്യമൃഗങ്ങളെ ഓടിക്കാൻ വേണ്ടിയുള്ള ഒരു മെഷീനാണ്. അപ്പം അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതാണ് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ മൃഗങ്ങൾ ഓടിക്കാൻ വേണ്ടിയുള്ളൊരു മെഷീന്. അപ്പം അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 24 മണിക്കൂർ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ പറമ്പിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അത് അടുത്ത വീടുകളൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ശല്യമായിട്ട് നമ്മളോട് പരാതിയൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ആലോചിച്ച് നമ്മുടെ വീട്ടിലൊരു ക്യാമറ ഉണ്ടായിരുന്നു, ഒരു സോളാറിൻ്റെ. അപ്പോൾ അതും ഈ കനോനുമായിട്ട് ബന്ധിപ്പിച്ച് ക്യാമറയിൽ മൃഗങ്ങൾ കാണുന്ന സമയത്ത് ഈ ഡിവൈസ് പ്രവർത്തിപ്പിച്ച് അങ്ങനെ ഒരു ഐഡിയ മനസ്സിൽ തോന്നി. അപ്പോൾ അതിനായിട്ട് കുറച്ച് കമ്പോണൻസ് നമുക്ക് ആവശ്യമുണ്ടായിരുന്നു, ഇലക്ട്രോണിക്സ് കമ്പോണൻസ്. അത് ഓൺലൈനായിട്ട് ഒരു സൈറ്റിൽ നിന്ന് മേടിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ളത് ഒരു അഡിനോ യൂനോ എന്ന് പറഞ്ഞൊരു മൈക്രോ കൺട്രോളറാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഒരു സൗണ്ട് സെൻസിങ് മൊഡ്യൂളുണ്ട്. ഈ സൗണ്ട് സെൻസിങ് മൊഡ്യൂള് ചുറ്റുമുള്ള സൗണ്ട് സെൻസ് ചെയ്തിട്ട് ഈ മൈക്രോ കൺട്രോളറിലേക്ക് ഡാറ്റാസ് അയക്കും. മൈക്രോ കൺട്രോളറാണ് പിന്നെ എത്ര നേരത്തേന് ഇത് പ്രവർത്തിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ മൈക്രോ കൺട്രോളറിൻ്റെ ഔട്ടിലേക്ക് നമ്മളൊരു റിലേ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ റിലേ ഇപ്പോൾ സമയം നമ്മൾ ഉദ്ദേശിക്കുന്ന 1 മിനിറ്റാണ്. മൃഗങ്ങൾ വല്ലതും പറമ്പിൽ കണ്ടു കഴിഞ്ഞാൽ 1 മിനിറ്റത്തേന് ഈ ഡിവൈസ് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ 1 മിനിറ്റ് സമയം നമ്മൾ പ്രോഗ്രാമിലൂടെ എഴുതി മൈക്രോ കൺട്രോളർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മിനിറ്റത്തേന് ആ ഡിവൈസ് പ്രവർത്തിപ്പിക്കും. 1 മിനിറ്റ് പ്രവർത്തിച്ച് കഴിഞ്ഞിട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുന്ന രീതിയിലാണ്. അപ്പം തോട്ടത്തിൽ നമ്മളിത് ക്യാമറ കൊണ്ടുവച്ച് കഴിയുമ്പോഴത്തേനും മൃഗങ്ങൾ വല്ലതും വരുവാണെങ്കിൽ നമുക്ക് ഈ ക്യാമറയിൽ കൂടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. ആ സമയത്ത് ഫോണിലുള്ളൊരു അലാറം ഉണ്ട്. അലാറം ഞെക്കി കഴിയുമ്പോഴത്തേനും ക്യാമറയുടെ അലാറം അടിക്കും. ആ അടിക്കുന്ന അലാറത്തിൻ്റെ സൗണ്ട് കേട്ടിട്ട് സൗണ്ട് ഡിറ്റക്റ്റ് ചെയ്തിട്ട് ആ മെഷീൻ ഓണാകുന്ന രീതിയിലാണ്. ഈ 3 മൊഡ്യൂളാണ് ഓൺലൈൻ മേടിച്ചത്. ഇതൊരു സൗണ്ട് സെൻസർ മൊഡ്യൂള്, പിന്നെ ഒരു റിലേ, ഒരു വോൾട്ടേജ് റെഗുലേറ്ററും, പിന്നെ പ്രധാനപ്പെട്ട സാധനം അഡിനോ യൂനോ എന്ന് പറയുന്ന മൈക്രോ കൺട്രോളർ. ഇനി നമുക്ക് സർക്യൂട്ടെല്ലാം തയ്യാറാക്കാം. അഡിനോ ബോർഡിനും റിലേയ്ക്കും വേണ്ടിയുള്ള 5 വോൾട്ട് നമുക്ക് ഈ ബോക്സിൽ നിന്ന് തന്നെ എടുക്കാം. അതിൽ നിന്ന് സർക്യൂട്ടെല്ലാം റെഡിയാക്കിയതിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്ന് പ്രോഗ്രാം എല്ലാം എഴുതിയിട്ടുണ്ട്. പ്രോഗ്രാമെല്ലാം റെഡിയാക്കി ഇനി അത് മൈക്രോ കൺട്രോളറിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്. അങ്ങനെ എല്ലാം അപ്ലോഡ് ചെയ്തു. അതിനുശേഷം സർക്യൂട്ട് വെച്ചെല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ടെസ്റ്റ് ചെയ്തപ്പം ആദ്യം വർക്കായില്ല, റിലേ വർക്കാകുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം ഇരുന്ന് ചിന്തിച്ച് അവസാനം എല്ലാം റെഡിയാക്കി. ഇപ്പം നമ്മളൊരു സമയം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൗണ്ട് വന്നു കഴിയുമ്പോഴത്തേനും ഒരു 15 സെക്കൻഡ് നമ്മൾ സമയം കൊടുത്തു. 15 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും ആ ലൈറ്റ് തന്നെ ഓഫാകും. ഇത് നമ്മുടെ മറ്റേ കൺട്രോളായിട്ട് കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം പറമ്പിൽ കൊണ്ടുവെക്കാൻ വേണ്ടിയുള്ള കമ്പി ആംഗിളെല്ലാം കൂടെ വെൽഡ് ചെയ്യുന്ന പരിപാടിയാണ്. അങ്ങനെല്ലാം വെൽഡ് ചെയ്തു. വെൽഡ് ചെയ്ത് സെറ്റാക്കി ശേഷം പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിടുകയാണ്. കുഴിച്ചിട്ടിട്ട് നമ്മളെ സോളാർ പാനലാണ് ഇത്. നമ്മളെ മൊഡ്യൂള് സൗണ്ട് സെൻസർ മൊഡ്യൂള് ക്യാമറയുടെ സ്പീക്കറിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമറയുടെ അലാറം ഓണാക്കുമ്പോൾ ഈ സൗണ്ട് സെൻസർ മൊഡ്യൂള് ആ സൗണ്ട് ഡിറ്റക്റ്റ് ചെയ്തിട്ട് മൈക്രോ കൺട്രോളറിലേക്ക് കൊടുക്കും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഇലക്ട്രോണിക് കാനോന് എല്ലാം സെറ്റ് ചെയ്തു, ക്യാമറയുമായിട്ട് ബന്ധിപ്പിച്ചു, ക്യാമറ ടെസ്റ്റ് ചെയ്തു. ഇനി ക്യാമറയിൽ അലാറം ഒന്ന് ഓണാക്കി നോക്കാം. എന്നിട്ട് സൈറൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. സൗണ്ട് കേൾക്കുന്നുണ്ട്.